ഹലോ ഗായ്സ്, മത്തി ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടോ? ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരടിപൊളി നാടൻ മത്തിക്കറിയുമായിട്ടാണ്. ഈ മത്തിക്കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തക്കാളിയും ഞാൻ നല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉപ്പിലിട്ട മാങ്ങയുമാണ്. ഈ മാങ്ങയും ഇട്ടാണ് ഇന്ന് ഞാൻ കറി വയ്ക്കാൻ പോകുന്നത്. അതിനായി ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കി കടുകും അതുപോലെ തന്നെ ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കുക. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഈ സമയം കൊണ്ട് തന്നെ അതിനാവശ്യമായ പച്ചമുളകും കുടംപുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. ഞാൻ കുറച്ച് പുളി മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം നമ്മുടെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് തക്കാളിയും നല്ല മാങ്ങയുമാണ്. അപ്പോൾ ഓൾറെഡി അതിന് നല്ല പുളി ഉള്ളത് കൊണ്ട് ഈ പുളി ഒരു 1-2 കഷ്ണമോ മതിയായിരിക്കും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോഴത്തേക്കും ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും മാങ്ങയും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇത് നാട്ടിൽ ഇത്തവണ പോയപ്പം അച്ഛ ഉപ്പിലിട്ട് തന്നു വിട്ടതാണ്. നമ്മുടെ തനി നാടൻ മാങ്ങ അരിഞ്ഞ് ഉപ്പിലിട്ട് തന്നു വിട്ടതാണ്. അത് എത്ര ദിവസം വേണേലും ഇരുന്നോളൂ. ഇപ്പം ഞാൻ കൊണ്ടുവന്നിട്ട് തന്നെ ഒരു 6-7 മാസമായി. യാതൊരു കേടുമില്ല. അതുപോലെ തന്നെ ഇടയ്ക്ക് ചമ്മന്തി അരയ്ക്കാനോ എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇത് ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും 2 സ്പൂൺ ഫിഷ് മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ പൊടി ഏകദേശം പച്ചമണമൊക്കെ മാറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനി നമുക്കൊന്ന് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിയുമ്പോൾ ആ പുളിയുടെയും മുളകിൻ്റെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ആ വെള്ളത്തിലോട്ട് നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇതിപ്പോൾ ഇവിടെ അവൈലബിളായ ഒരു പാത്രത്തിലങ്ങ് മീൻകറി വെച്ചെന്നേ ഉള്ളൂ. നാട്ടിലെ പോലെ മൺചട്ടിയിൽ വെക്കാനായിട്ട് ഇവിടെ ഞാൻ ഒത്തിരി നോക്കി കടകളിൽ, എനിക്കൊരു മൺചട്ടി കിട്ടിയില്ല. ഇനിയിപ്പോൾ എന്താണെങ്കിലും നാട്ടിൽ പോകുമ്പോൾ ഒരെണ്ണം കൊണ്ടുവരണം എന്ന് ഓർത്തിരിക്കുന്നു. ലഗേജിൻ്റെ വെയിറ്റൊക്കെ ഓർക്കുമ്പോൾ കൊണ്ടുവരാനും കഴിയില്ല. ഓക്കെ, നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലോട്ട് നമ്മുടെ കഴുകി വെച്ചിരുന്ന മീൻ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം തിളയൊക്കെ വന്ന് നല്ല സ്മെല്ലൊക്കെ നമുക്ക് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല സെറ്റപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വിനെഗറും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. മീൻ ഓൾറെഡി പാകത്തിന് വേവായതുകൊണ്ട് ഇനി നിങ്ങളെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇളക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കൂടുതലത് ഉടഞ്ഞു പോവാണ്ടിരിക്കാനായിട്ട്. ഇളക്കിയില്ലെങ്കിലും നിങ്ങൾ പാത്രം പയ്യൊന്ന് ചുറ്റിച്ച് വെച്ചാലും മതിയായിരിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് അവസാനമായി ചേർക്കാനുള്ളത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മളിനി ഈ കറിയിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഏറ്റവും ഫൈനലായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എപ്പോഴും മീൻകറിക്ക് ലാസ്റ്റ് കുറച്ച് നമ്മൾ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും, കറിയുടെ ടേസ്റ്റ് കൂടും. നിങ്ങൾ ഇനി ചെയ്യുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അതുപോലെ ഞാൻ തന്നെ കുറച്ച് കരിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒത്തിരി തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി വെന്തിരിക്കുന്നതാണ്. അതുമല്ല, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ ഒത്തിരി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പയ്യെ തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങയിട്ട മത്തിക്കറി ഇത് റെഡിയായിരിക്കുകയാണ്. ഇത് ചോറിൻ്റെ കൂടെ ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എൻ്റെ മോനെ, ഈ ഒരു മത്തിക്കറി മതി, ഒരു പ്ലേറ്റ് ചോറ് ഈസി ആയിട്ടുണ്ടാകും. വേറെ കറിയൊന്നും വേണ്ട.
അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബായ്.